ഈശംസിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷത്തിലെ 18-ാമത്തെ അധ്യായം 15 മുതൽ 20 വരെയുള്ള തിരുവചന ഭാഗമാണ് നാം ഇന്ന് ധ്യാന വിഷയമാക്കുന്നത്. രമ്യതയുടെ സുവിശേഷത്തിന് പുതിയ ഒരു മാനം ഈശോ എന്ന തിരുവചനത്തിലൂടെ കൊണ്ടുവരികയാണ്. നീയും നിന്റെ സഹോദരനുമായി രമ്യതയിൽ എത്താൻ ശ്രമിക്കുക. നീതിപീഠങ്ങളും നിയമവ്യവസ്ഥിതികളുമല്ല, ദൈവികമായ ഇടപെടലുകളാണ് മാനുഷിക ബന്ധങ്ങൾക്ക് ഊടും പാവും നെയ്യേണ്ടത് എന്ന് ഈശോ വ്യക്തമായ ഭാഷയിൽ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. 4 സ്റ്റെപ്പുകളായിട്ടാണ് ഈശോ ഇന്നത്തെ അനുരഞ്ജനത്തിൻ്റെ രമ്യതയുടെ സുവിശേഷത്തെ അവതരിപ്പിക്കുക. നീ നിൻ്റെ സഹോദരനുമായി പിണങ്ങി നിൽക്കുന്ന സാഹചര്യമുണ്ട് എങ്കിൽ, നീയും അവനും മാത്രമായിരിക്കുമ്പോൾ അവനോട് വ്യക്തിപരമായിട്ട് നീ സംസാരിക്കണം. ഒരുപക്ഷെ ഏറ്റവും സുഖകരമായ, ഏറ്റവും സന്തോഷദായകമായ, ഏറ്റവും ഫലപ്രാപ്തി നൽകാൻ പോരുന്ന ഒരു നിലപാടായിട്ടാണ് ഈശോ ഇത് അവതരിപ്പിക്കുക. ഈഗോയൊക്കെ മാറ്റിവെച്ചിട്ട്, പരസ്പര വൈരാഗ്യത്തിൻ്റെയും വെറുപ്പിൻ്റെയും മേഖലകൾ മാറ്റിവെച്ചിട്ട് ഒരു തുറന്ന സംസാരം. നിന്നിലെ കുറവുകൾ വന്നിട്ടുണ്ടാകും, അവനിലും കുറവുകൾ വന്നിട്ടുണ്ടാകും. ഇരുചെവി അറിയാതെ, മറ്റാരെയും അറിയിക്കാതെ നിങ്ങൾ മാത്രം ഇരുന്ന് അതൊന്ന് സംസാരിച്ച് തീർക്കാൻ ശ്രമിക്കുക. ഈശോ പറഞ്ഞു, അവൻ നിൻ്റെ സംസാരം, നിൻ്റെ ഭാഷ, നിൻ്റെ രമ്യതയുടെ ഇടപെടലുകൾ ഉൾക്കൊള്ളാനാകുന്നില്ല എങ്കിൽ പിന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം 2-3 സാക്ഷികളുമായിട്ട് പോവുക. ഇവിടെ വ്യക്തമായ ഭാഷയിൽ ഈശോ പറഞ്ഞു വെക്കുന്ന ഒരു കാര്യമുണ്ട്. 2-3 പേർ ഓരോ കാര്യവും സ്ഥിരീകരിക്കുവാൻ നീ 1-2 സാക്ഷികളെ കൊണ്ടുപോകണം. 2-3 പേരാണ് സാക്ഷ്യപ്പെടുത്തേണ്ടത്, നീ കൊണ്ടുപോകേണ്ടത് 1-2 പേരെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം നീ സാക്ഷികളെ നിരത്തുന്നത് പോലെ തന്നെ അവനും സാക്ഷികളെ നിരത്താൻ അവകാശമുണ്ട് എന്ന് ഓർമ്മിപ്പിക്കുക. നീ കുതിര കയറാൻ ചെല്ലുവല്ല, നീ പറയുന്നതെല്ലാം അടിച്ചേൽപ്പിക്കാൻ വേണ്ടി ചെല്ലുവല്ല. നിനക്ക് പറയാനുള്ളത് നിനക്ക് വേണ്ടി പറയാൻ 1-2 പേരെ നീ കൂട്ടുന്നുണ്ടെങ്കിൽ അതേപോലെ അവന് വേണ്ടി വാദിക്കുവാനും അവന് വേണ്ടി സംസാരിക്കാനും ആരെയെങ്കിലുമൊക്കെ നീ അനുവദിക്കണം. ഇവിടാണ് ഒരു വിട്ടുവീഴ്ച മനോഭാവം ഉണ്ടാകുക. നിങ്ങളെ 2 പേരെയും തിരിച്ചറിയുന്ന, 2 പേരുടെയും മനോഭാവങ്ങൾ മനസ്സിലാകുന്ന, 2 പേരുടെയും മാനസാന്തരത്തിൻ്റെയും രമ്യതയുടെയും ആഗ്രഹത്തെ ബോധ്യപ്പെടുത്തുന്ന 1-2 പേരുടെ സാന്നിധ്യം ഉണ്ടാവുക എന്ന്. ഇത് 2-ാമത്തെ സ്റ്റെപ്പാണ്. അവിടെയും നിൻ്റെ വാക്കുകൾ അവന് സ്വീകാര്യമാകുന്നില്ല എങ്കിൽ പിന്നെ നീ സഭയോട് പറയണമെന്ന്. അത് ഇടവകയിലെ വികാരിയച്ഛനാകാം, നിങ്ങളുടെ ഇടവകയിൽ അനുരഞ്ജന സമിതികളുണ്ടെങ്കിൽ ആ അനുരഞ്ജന സമിതികളാകാം, പഞ്ചായത്തിൽ അല്ലെങ്കിൽ വ്യക്തിപരമായി അറിയാവുന്ന ആൾക്കാരാകാം, ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ് ആകാം. നമ്മൾ സഭാ സമുദായത്തിൻ്റെ കെട്ടുപാടുകളിൽ, ചട്ടക്കൂടിനുള്ളിൽ നിന്നുകൊണ്ട് ഈ പ്രശ്നങ്ങൾ പറഞ്ഞ് പരിഹരിക്കാനായിട്ട് നോക്കുക. നേരെ പോലീസിൽ കേസ് കൊടുത്ത് പ്രശ്നങ്ങൾ വഷളാക്കാനുള്ളൊരു ശ്രമമല്ല ഉണ്ടാകേണ്ടത്. പരസ്പരം വിട്ടുവീഴ്ച മനോഭാവത്തോടുകൂടെ തുറവിയോടെ സംസാരിക്കാൻ തയ്യാറാകുന്ന ഒരു സാഹചര്യം സഭാ നേതൃത്വത്തിൻ്റെ തണലിൽ ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കുക. നമ്മുടെ അതിരൂപതയിലും മറ്റ് പല സ്ഥലങ്ങളിലുമൊക്കെ ഈ അനുരഞ്ജന സമിതികൾ നിലനിൽക്കുന്നുണ്ട്. അങ്ങനെ ഉണ്ടാകണമെന്നാണ് ആഗ്രഹിക്കുക. ബയസ്ഡ് അല്ലാത്ത തീരുമാനങ്ങൾ പറയാൻ പോരുന്ന, ഇരുകൂട്ടരെ മനസ്സിലാക്കാൻ പോരുന്ന സമിതികളുടെ വെളിച്ചത്തിൽ, അവരുടെ സാന്നിധ്യത്തിൽ വിഷയങ്ങൾ ചർച്ച ചെയ്യുക. ഈ 3 തലങ്ങൾ കഴിഞ്ഞാൽ 4-ാമത്തെ തലത്തെക്കുറിച്ച് നമ്മൾ പൊതുവെ വിചാരിച്ചു വച്ചിരിക്കുന്നത്, അവൻ അവരെയും സഭയെയും മനസ്സിലാക്കാൻ തയ്യാറാകുന്നില്ല എങ്കിൽ അവൻ നിനക്ക് വിജാതീയനെ പോലെ ആയിരിക്കട്ടെ എന്ന് പറഞ്ഞാൽ നീ അവനെ എഴുതി തള്ളിക്കോ എന്നല്ല, അവനുമായിട്ടിനി ബന്ധം വേണ്ടെന്നല്ല, അവനെ ഉപേക്ഷിച്ച് മാറ്റിക്കളയണമെന്നല്ല. ഞാൻ മനസ്സിലാക്കുന്നത്, ഈശോ പറയുന്നത് ഒരല്പം കൂടെ വിഗറസ് ആയിട്ടുള്ള, അല്പം കൂടെ തീഷ്ണമായിട്ടുള്ളൊരു സ്റ്റെപ്പ്.
നമ്മൾ ഈ LIC ഏജൻറ്റുമാരെ കണ്ടിട്ടുണ്ടല്ലോ. ഈ LIC ഏജൻറ്റുമാർ നമ്മുടെ വീട്ടിൽ വന്നിട്ട് നമ്മളെ ഒരു പോളിസി എടുക്കാൻ വേണ്ടി നിർബന്ധിക്കുമ്പം ഒരു ദിവസം കൊണ്ട് അവർ പോകില്ല. അവർക്കൊരു ലക്ഷ്യമുണ്ട്, നമ്മളെ കൊണ്ടൊരു പോളിസി എടുപ്പിക്കണം. അതിന് വേണ്ടിയിട്ട് എത്ര ദിവസം വേണമെങ്കിലും നമ്മുടെ വീട്ടിൽ കയറി ഇറങ്ങും, എത്ര പ്രാവശ്യം വേണമെങ്കിലും സംസാരിക്കും, എത്ര വലിയ ഓഫീസർമാരെ വേണമെങ്കിലും കൊണ്ടുവരും. എന്നിട്ട് നമ്മളെ കൊണ്ടൊരു പോളിസി എടുപ്പിക്കുവോളം അവർ വ്യഗ്രചിത്തരാണ്. പെന്തക്കോസ്റ്റുകാർ ഇപ്പം മറ്റൊരു അല്പമൊക്കെ കുറഞ്ഞിട്ടുണ്ട്. ഇടക്കാലത്തൊക്കെ അവർ വളരെ പ്രബലമായിരുന്നു. നമ്മുടെ വീടുകളിലേക്കൊക്കെ കയറി വന്നിട്ട് നമ്മളെ മെല്ലെ മെല്ലെ അവരുടെ സുവിശേഷത്തിൻ്റെ ദുർവ്യാഖ്യാനങ്ങളൊക്കെ നൽകി നമ്മളെ വന്നിട്ട് വീഴിക്കാൻ ശ്രമിക്കുന്ന ഒരു കാലം ഉണ്ടായിരുന്നല്ലോ. അന്ന് അവർ ചെയ്തുകൊണ്ടിരുന്നത്, ആദ്യം ഒരു പാസ്റ്റർ വരും, പിന്നെ 2-3 പാസ്റ്റർമാർ വരും, 5-6 പാസ്റ്റർമാർ വരും. എന്നിട്ട് വളരെ സ്നേഹത്തോടെ നമ്മളോട് പറയും, നിങ്ങൾ വരണം, ഞങ്ങളുടെ സുവിശേഷത്തിലേക്ക് വരണം. നമ്മുടെ കുറ്റമൊന്നും പറയില്ല, സഭയുടെ കുറ്റമൊന്നും പറയണമെന്ന് നിർബന്ധമില്ല. പക്ഷേ പോസിറ്റീവായിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്ന് നമ്മളെ മെല്ലെ 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 അവരിലേക്ക് അടുപ്പിക്കാൻ നോക്കുന്നു. ഒരു കൺവെൻഷനുണ്ട്, ഒരു ധ്യാനമുണ്ട്, ഒരു സൗഖ്യപ്രാർത്ഥനയുണ്ട്, ഒരു ആരാധനയുണ്ട്, അതിനൊന്ന് വന്നേ, അവിടെ വന്ന് നോക്കിക്കേ എന്നൊക്കെ പറഞ്ഞ് മെല്ലെ മെല്ലെ മെല്ലെയാണ് നമ്മളെ അവരുടെ കുഴിയിൽ ചാടിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഇത് നമ്മൾ ബോധ്യപ്പെടണം. ഈ പെന്തക്കോസ്റ്റുകാർ ചെയ്യുന്ന, LIC ഏജൻറ്റുമാർ ചെയ്യുന്ന ഒരു ക്യാൻവാസിങ് പോളിസിയുണ്ട്. ഈ വ്യക്തിയെ അവൻ്റെ വരുതിയിലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള തീക്ഷ്ണമായ പരിശ്രമം. ഒരുപക്ഷെ ഈശോ വിജാതീയനെ പോലെ നിൻ്റെ അയൽവാസിയെ കരുതണമെന്ന് ഈശോ പറയുമ്പോൾ ഈശോ കുറച്ചുകൂടെ ഈ ഒരു തലം പരീക്ഷിക്കാൻ നമ്മളോട് ആവശ്യപ്പെടുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുക. പ്രിയപ്പെട്ടവരെ, ഈ ചിന്ത നമ്മുടെ ഹൃദയത്തോടൊന്ന് ചേർത്ത് വെക്കണം. ആരെയും മാർജിനിട്ട് മാറ്റി നിർത്താൻ നമുക്കാകില്ല. സ്വർഗത്തിലേക്ക് സിംഗിൾ വിസയില്ല, ഗ്രൂപ്പ് വിസയാണെന്നാണ് പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആരെയും മാറ്റി നിർത്തിയിട്ട് നിനക്ക് സ്വർഗത്തിൽ പോകാൻ സാധിക്കില്ല. പണ്ട് ആബേല് സ്വർഗത്തിൽ ചെന്നപ്പോഴത്തേക്കും ആബേലിനോട് തമ്പുരാൻ ചോദിച്ചു അത്രേ, ആബേലെ, നിന്റെ സഹോദരൻ കായേൻ എവിടെ? സ്വർഗത്തിലേക്ക് ആബേലിന് തന്നെ കടന്നു ചെല്ലാൻ പറ്റില്ല. അവൻ്റെ ഉത്തരവാദിത്വമാണ് കായേനെയും കൂടെ കൂട്ടിക്കൊണ്ട് ചെല്ലുക. ഇത് നമ്മുടെ മനോഭാവമായിരിക്കട്ടെ, നമ്മുടെ ധർമ്മമായിരിക്കട്ടെ, നമ്മുടെ കടമയായിരിക്കട്ടെ. ആരെയും മാറ്റി നിർത്താതെ ശത്രു എന്നൊരു കാര്യം, എന്നൊരു വ്യക്തി, ഒരു പക്ഷം കത്തോലിക്ക വിശ്വാസിക്കില്ല. എല്ലാവരും നമ്മുടെ സ്വന്തമാകണം. ഒരാട്ടിൻ പറ്റവും ഒരു ഇടയനും, ആ ഒരു കൺസെപ്റ്റിലേക്ക് വളരാനാണ് ഈശോ നമ്മളെ ഓർമ്മിപ്പിക്കുക. ഈശോ അനുഗ്രഹിക്കട്ടെ. കർത്താവ് മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാരൂപിയുടെ സഹവാസവും നാം എല്ലാവരും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും.